എല്ലാവർക്കും നമസ്കാരം. ജീസ് ഫാഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈസി സോയിങ് ഫോർ യു എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവ് മെഷറിംഗ് ആൻഡ് കട്ടിംഗ് ആണ്. കറക്റ്റായിട്ട് സ്ലീവിന് മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നും കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു പേപ്പറിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഒരു പേപ്പറിൻ്റെ പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഇത് ലെങ്ത്, ഇത് വിഡ്ത്ത്. ഇതിൻ്റെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് നമുക്കിതിൽ മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന സ്ലീവിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഷോൾഡർ ലെങ്ത് 11 ഇഞ്ച് ഉള്ള ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 11ൻ്റെ പകുതി 5.5, പിന്നെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് 6 ഇഞ്ച്. 6 ഇഞ്ചാണ് ആം ഹോൾ കട്ടിങ്ങിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ 6 ഇഞ്ച് തന്നെയാണ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ വിഡ്ത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ആ 6 ഇഞ്ച് നമുക്കിവിടെ ഈ പേപ്പറിൽ മാർക്ക് ചെയ്യാം. 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ 5.5 ഇഞ്ച് ആണ് വിഡ്ത്ത്. 1/2 ഇഞ്ച് സിം അലവൻസും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് കൈയുടെ ഔട്ടർ ഭാഗം, ഇത് ഇന്നർ ഭാഗമാണ്. ആം ഹോൾ ഇവിടെയായിട്ടാണ് വരുന്നത്. സ്ലീവിൻ്റെ 6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആം ഹോളിനെടുത്ത അതേ മെഷർമെൻറ്റ് തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒരു 3 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യണം. ഈ 3 ഇഞ്ച് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. എല്ലാവർക്കും 3 അല്ലെങ്കിൽ 3.5 ഇഞ്ചാണ് ആവശ്യം വരുന്നത്. ആ 3 ഇഞ്ച് ഈ സൈഡിലും മാർക്ക് ചെയ്യാം. ഇനി ഈ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യാം. ഈ നീളം 6 ഇഞ്ചാണ്. 5.5 ഇഞ്ച് വിഡ്ത്തും 1/2 ഇഞ്ച് സിം അലവൻസുമാണ്. ഇനി നമുക്ക് കൈയുടെ ലെങ്ത് അടയാളപ്പെടുത്താം. കൈയുടെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 ഇഞ്ച് ആണ് കൈയുടെ നീളം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൈയുടെ നീളം എടുക്കാവുന്നതാണ്. 6 ഇഞ്ച് നീളത്തിൻ്റെ കൂടെ 1 ഇഞ്ച് സിം അലവൻസും കൂടെ ചേർത്ത് 7 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി കൈയുടെ വീതി അടയാളപ്പെടുത്താം. കൈമുട്ടിൻ്റെ തൊട്ട് മുകളിലുള്ള വണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 10 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 10 ഇഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ സർക്കംഫറൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് സിം അലവൻസും കൂടെ ചേർത്തിട്ട് 5.5 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഈ 7 ഇഞ്ച് ഞാൻ ഈ സൈഡിലും കൂടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. കൈയുടെ ഇറക്കം അടയാളപ്പെടുത്തിയ 7 ഇഞ്ച് ഈ സൈഡിലും കൂടെ മാർക്ക് ചെയ്തു. അപ്പോൾ കൈയുടെ വീതി അടയാളപ്പെടുത്താനായിട്ട് എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് കൈയുടെ ഇറക്കം അവസാനിക്കുന്നത്. ഇവിടെ ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോവാണ്. 5 ഇഞ്ച് കൈയുടെ വണ്ണവും 1/2 ഇഞ്ച് സിം അലവൻസും കൂടെ ചേർത്തിട്ട് 5.5 ഇഞ്ച് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. 5.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. 5 ഇഞ്ച് കൈയുടെ വണ്ണവും 1/2 ഇഞ്ച് സിം അലവൻസുമാണ്. അത് 2 ലൈൻ കൂടെ ചേർത്തിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് കൈയുടെ ഷോൾഡർ പോയിന്റ് ഈ എൻഡിലേക്ക് യോജിപ്പിക്കുകയാണ്. ഈ 2 എൻഡും ചേർത്ത് യോജിപ്പിക്കുക. ഇവിടെയാണ് ആം ഹോൾ വരുന്നത്. കൈയുടെ ഉൾവശം ഇവിടെയാണ്, പിന്നെ ഇത് കൈയുടെ ഔട്ടർ വശമാണ്. ഈ 2 പോയിന്റും ചേർത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാം. ഇനി ഈ സ്ട്രെയിറ്റ് ഈ ലൈനിൻ്റെ നീളം ഏകദേശം 7 ഇഞ്ചാണ് ഉള്ളത്. ഇനി വേണ്ടത് ഇതിൻ്റെ ഒരു മിഡിൽ സ്പോട്ട് കണ്ടുപിടിക്കുകയാണ്. 7 ഇഞ്ചിൻ്റെ മിഡിൽ സ്പോട്ട് എന്ന് പറയുന്നത് 3.5. ആ 3.5 ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇനി ഈ മിഡിൽ പോയിൻറ്റിൻ്റെ 2 വശത്തേക്കുമുള്ള ലെങ്തിൻ്റെ മിഡിൽ പോയിൻ്റ് വീണ്ടും മാർക്ക് ചെയ്യുക. ഈ 3.5 ലെങ്തുള്ള ഈ ലൈനിൻ്റെ മിഡിൽ പോയിൻ്റ് 1.75 അത് വീണ്ടും ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 1.75 ഇവിടെയും മാർക്ക് ചെയ്യുക. ഈ ഒരു ലൈനിനെ ഇപ്പോൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ സ്പോട്ടിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യുന്നു. ഇനി ഈ സ്പോട്ടിൽ നിന്ന് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത ഈ ലൈൻ ഇങ്ങനെ ചേർത്ത് മിഡിൽ ലൈനുമായിട്ട് യോജിപ്പിച്ച് ഇങ്ങനെയാണ് നമ്മളൊരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. 1/2 ഇഞ്ച് പുറത്തേക്കിട്ട
ആ മാർക്കും പിന്നെ ലൈനിൻ്റെ മിഡിൽ മാർക്കും പിന്നെ ഉള്ളിലേക്ക് 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത ആ സ്പോട്ടും ചേർത്ത് നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതാണ് ആം ഹോളിൻ്റെ ഷേപ്പ്. ഇനി കൈയുടെ ലെങ്ത് കട്ട് ചെയ്യാനുള്ള ഒരു ലൈൻ കൂടെ നമുക്കിവിടെ വരയ്ക്കാം. ആം ഹോളിൽ നിന്ന് കൈയുടെ ലെങ്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ലൈനിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ഒരു ലൈൻ വരച്ചു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ വരച്ച ലൈൻ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു പീസാണ് വെച്ചിട്ടുള്ളൂ. ഒരു കൈക്കുള്ള മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് പ്രാക്ടീസിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി ശരിക്കും തുണി കട്ട് ചെയ്യുമ്പോൾ 2 പീസ് തുണി ഒരുമിച്ച് വെച്ച് ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ 2 കൈയും ഒരുമിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ വരച്ച വര ഫോളോ ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ കട്ടിങ്. ഇതിപ്പോൾ 2 വശം ഒരുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി സ്ലീവിൻ്റെ ഫ്രണ്ട് വശം കുറച്ച് ഉള്ളിലേക്ക് ഇറക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ 2 വശവും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേതെങ്കിലും ഒരു വശം ഉൾവശമായിട്ട് ചൂസ് ചെയ്തിട്ട് അത് നമുക്ക് ഉള്ളിലേക്ക് ഇറക്കി കട്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇറക്കി വെട്ടിയതിൻ്റെ ഒരു മിഡിൽ സ്പോട്ടുണ്ട്. ആ മിഡിൽ സ്പോട്ടിൽ നിന്ന് വീണ്ടും ഒരു 1/4 ഇഞ്ച് കൂടെ ഉള്ളിലേക്ക് ഇറക്കി മാർക്ക് ചെയ്യുക. ഇതാണ് ആദ്യം നമ്മളെടുത്ത 1/4 ഇഞ്ച് ഇറക്കി വരച്ച മിഡിൽ സ്പോട്ടാണത്. അതിൽ നിന്ന് വീണ്ടും 1/4 ഇഞ്ച് കൂടെ ഉള്ളിലേക്ക് ഇറക്കി ഒരു സ്പോട്ട് ഇട്ടു. ഇനി ഈ ലൈനിൽ നിന്ന് മിഡിൽ ലൈനിൽ നിന്ന് ഇപ്പോൾ ഇട്ട മാർക്കിൽ കൂടെ യോജിപ്പിച്ച് ഇതുപോലൊരു ലൈൻ വരയ്ക്കുക. ഇനി ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്യുക. ഇപ്പോൾ വരച്ച അത്രയും പോർഷൻ മാത്രം കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇറക്കി വരച്ച 1/4 ഇഞ്ച് മാത്രം. ഓക്കെ, 1/4 ഇഞ്ച് ഇറക്കി കട്ട് ചെയ്തു. ഇപ്പോൾ ഇത് കൈയുടെ ഉൾവശം, ഇത് കൈയുടെ ഔട്ടർ വശമാണ്. ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഉൾവശം ഇറങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം എടുത്ത ആം ഹോൾ കട്ടിങ്ങിൻ്റെ അതേ മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ സ്ലീവ്സ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആം ഹോളിൻ്റെ സൈസ് ഈ സ്ലീവിൻ്റെ സൈസും കറക്റ്റായിട്ട് മാച്ചായിരിക്കും. ഈ ആം ഹോളിൽ വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് യോജിച്ച് ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് സ്ലീവ്സ് മെഷർമെൻ്റ് എടുക്കുകയും കട്ട് ചെയ്യുകയും ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.